എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു ലൈറ്റ് ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ മൂന്നായിട്ട് മടക്കുന്നുണ്ട്. ഏകദേശം ഒരു 9.5 സെൻറ്റിമീറ്റർ വരുന്ന അളവിലാണ് നമ്മൾ മടക്കേണ്ടത്. മടക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു കോർണറും കൂടെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ ഷേപ്പായിട്ട് മടക്കിയ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിങ്ങനെ ഈ മൂന്നായിട്ട് മടക്കിയതും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഒരു കുഞ്ഞി കയ്യന് മോൻ എന്നെ ഒട്ടിക്കാനൊക്കെ സഹായിക്കാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു പേപ്പർ പൗച്ച് പോലെ ഇത് റെഡിയായി കിട്ടും. ഇനി നമ്മൾ 9.5 സെൻറ്റിമീറ്റർ എണ്ണയുള്ള ഇതുപോലത്തെ ഒരു പേപ്പർ പീസും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ കർവ് പോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രാഫ്റ്റ് സിസേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു ഭംഗിയിൽ ഒരു ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മളിത് ഫ്രോസൺ തീമിലാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രോസൺ റിലേറ്റഡ് കുറച്ച് ഇമേജസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പൗച്ചിൻ്റെ ഓപ്പണിങ്ങിലും അതുപോലെ ഫ്രണ്ടിലും ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ താഴെ ഭാഗത്തും കൂടെ ഒന്ന് ഇങ്ങനെ കർവ് പോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഈ താഴത്തെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മളൊന്ന് ബ്ലൂ കളർ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കീറി പോവാതിരിക്കാനും അതുപോലെ വാട്ടർ പ്രൂഫായിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ തുറക്കുന്ന ഭാഗത്തും കൂടെ ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ഡബിൾ സൈഡ് ഫോം ടേപ്പാണ് എടുക്കുന്നത്. ആ ഒരു ടേപ്പ് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇപ്പോൾ നമുക്ക് നമ്മളുടെ പേപ്പർ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഫ്രോസൺ തീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും ഫ്രോസണ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.